എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാൾക്ക് ശേഷം രൺബീറിൻ്റെ ഒരു നല്ല തിരിച്ചുവരവ് തന്നെയാണ് പടത്തിന് പറയാം. പിന്നെ അതുപോലെ തന്നെ അനിൽ കപൂർ, അതുപോലെ തന്നെ രാഷ്മിക, ബാക്കി എല്ലാവരും വില്ലനായിട്ട് വന്ന സണ്ണി ഡിയോൾ പോലും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്. എനിക്കെന്തോ ഒരു വയലൻസാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറെ എടുത്ത് പറഞ്ഞ ഫാമിലി ഡ്രാമയാണ്. അത്യാവശ്യം വയലൻസ് കൂടുതലുള്ളത് കൊണ്ട് ഫാമിലിയായിട്ട് പോയി കാണുന്ന ചിലവർക്ക് അത് അത്ര ദഹിച്ചില്ലെന്ന് വരില്ല. പക്ഷേ എന്നാലും കൊള്ളാം, നൈസായിട്ടുണ്ട് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രൺബീറാണ് ഇപ്പം പുള്ളിക്കാരൻ്റെ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലുമായിരുന്നു ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ പുള്ളിക്കാരൻ്റെ ഷോൾഡറിലായിരുന്നു പടം അത്രയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വില്ലനായിട്ട് വന്ന പുള്ളിക്കാരൻ ക്യാമിയോ പോലത്തെ രീതിക്കാണ് വന്നത്. പക്ഷേ എന്നാലും ഉള്ള കിടു പെർഫോമൻസാണ് തന്നിട്ട് പോയത്. ആരും മോശമാക്കിയിട്ടില്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അല്ല, അത് ഡയറക്ടർ പാക്കേജ് ചെയ്തിരിക്കുന്ന നല്ല എൻഗേജിങ് രീതിക്കാണ്. അതുകൊണ്ട് ഒരിക്കലും അത് മിസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഒരു ബോറിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആ പടം ലയിച്ച് തന്നെ കണ്ടത്. എനിക്ക് ഒരു ബോറിംഗ് ഫീലിംഗ് തോന്നിയിട്ടില്ല. പെർഫോമൻസ് ഒക്കെ കുറച്ച് ലെങ്ത് കുറയ്ക്കായിരുന്നു. നല്ല മൂവിയാണ്. Which one? Animal. It was like നല്ല ടേക്ക് ആയിരുന്നു. It was quite good. Yeah, entertaining. Performance was Ranbir stole the show. പിന്നെ direction was really good. പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സ് were perfect, spot on. ഇന്റീരിയർ ആയിട്ട് ഇന്ത്യയിൽ എടുത്തതും പ്ലസ് ദ പഞ്ചാബി ഫ്ലേവർ, ദെൻ പാർട്സ് ഓഫ് ലൈക്ക് മറാഠി ഫ്ലേവർ എല്ലാം പൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇല്ല, ലാഗ് ഇല്ല, ബിക്കോസ് ദിസ് വാസ് ലൈക്ക് ദി FDFS, റൈറ്റ്? സോ കുറച്ച് ട്രിം മേ ബി ചെയ്യുമെന്ന് തോന്നുന്നു. സോ വി വാണ്ടഡ് ടു വാച്ച് ദി FDFS ടു അവോയ്ഡ് എനി ഒരു ലാഗ് ഒക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി വാണ്ടഡ് ടു വാച്ച് ദി FDFS. ഫസ്റ്റ് മൂവി കിട്ടില്ല പടം കേട്ടാ. 3.5 മണിക്കൂറുണ്ട്. അതൊത്തിരി ലാഗായിട്ട് അനുഭവപ്പെട്ട്. ബോബി ഡിയോളുടെ ക്യാരക്ടറുണ്ട് ഇതിൽ. ആ രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ആക്ഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ 3.5 മണിക്കൂർ സഹിച്ചിരിക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജസ്. ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്. നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അല്ല, വേറെ ലെവൽ പടം. നല്ല ത്രില്ലിംഗ് ആണ്. അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. കൊള്ളാം. അല്ല, മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ആ ഗണ്ണൊക്കെ എടുത്ത് ഗണ്ണിൻ്റെ ഒക്കെ ഷോട്ട് കുറച്ച് നാളിന് ശേഷം നല്ലൊരു പടം കണ്ടെന്നേലെ പറയാം. വയലൻസ് ആണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കൊള്ളാം. കുഴപ്പമില്ല. ആവറേജ്. രൺബീർ പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നു. നല്ല വയലൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം പാട്ടും ഉണ്ടാവും. നല്ല മൂവിയാണ്. രൺബീർ കപൂർ പൊളിച്ചു. നല്ല പേരായിരുന്നു. നല്ല പേർ. ആക്ഷൻ കിടക്കാച്ചായിരുന്നു. ഭയങ്കര വയലൻസാണ് ബ്രോ. പിന്നെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു മകൻ്റെ കഥയാണ്. അത്ര തന്നെ. അത് തന്നെ നമ്മൾ ട്രെയിലറിൽ എന്ത് കണ്ടോ അതേപോലെ തന്നെയാണ്. കുഴപ്പമില്ല. ഭയങ്കര ലെങ്ത് ഉള്ള കുറച്ച് ട്രിം ചെയ്ത് തരുന്ന ബെറ്റർ ആയിരുന്നു. പിന്നെ വയലൻസ് ഒക്കെ ചുമ്മാ ഓവറായിട്ട് ചെയ്ത് വെച്ചേക്കുന്നുള്ളത് ഒരു എഫക്റ്റ് ഒന്നും തോന്നിയില്ല. ചോരയൊക്കെ ചുമ്മാ ചീറ്റൊന്നുള്ളൂ. വലിയൊരു ഫീലൊന്നും തോന്നിയില്ല. കൊള്ളാം. പടം കൊള്ളൂല. അത് ഒന്നാമത് ഈ ഡ്യൂറേഷൻ, പിന്നെ പടം ഒന്നിനും പോരെ, ഒരുമാതിരി ഒട്ടും പോരെ. വയലൻസ് സീൻസ് എല്ലാം നല്ല ബ്രൂട്ടലായിട്ട് വയലൻസ് ആണ്. പിന്നെ രൺബീറിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ആണ്. ഭയങ്കര ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. സഞ്ജുവിലൊക്കെ ഉള്ള രീതിയിലുള്ള ഒരെണ്ണം വന്ന് കൊള്ളാം. നല്ല മൂവിയാണ്. നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാം. അഡൽട്ട് കണ്ടൻറ്റ് ആണ്. ഫുള്ള് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലഡ് ഷെഡാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇത്രയും സമയമുണ്ട്, ഒരുപാട് വലിച്ച് നീട്ടുന്നുണ്ട് പടം. പക്ഷേ എന്നിരുന്നാലും അകത്താ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. അടിപൊളി മൂവി, കിടിലൻ മൂവി. പെർഫോമൻസ് വൈസ് രൺബീർ വേറെ ലെവല്. ഈ പുള്ളിക്കാരെ ആളാക്കാൻ മാറിപ്പോയി. നമ്മൾ ഇതുവരെ കണ്ട ഫിലിമിലൊന്നും ഉള്ള ആളല്ല, ഇതിൽ വേറെ ആള്. പിന്നെ എന്തെന്ന് പറയാൻ, ഡിഫറെൻറ്റ് മേക്കിംഗ്. ഇതുവരെ ഇങ്ങനെ ഒരു ഫിലിം ഇതുവരെ മേക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു It was good. Very nice. What? It was very nice. രമ കണ്ട് ഭ്രാന്ത് പിടിച്ചു പോയി. എന്നുവെച്ചാൽ വയലൻസിന് വേണ്ടിയാണ് സിനിമ കാണാൻ വന്നത്. പക്ഷേ വയലൻസ് തന്നെ കൂട്ടിച്ചേർത്ത കൂടിപ്പോയ ഒരു 20 മിനിറ്റ് വയലൻസ് സിനിമയിലുള്ളൂ. വയലൻസ് സന്ദീപ് റെഡ്ഡി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സഞ്ജു കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് നല്ല പെർഫോം ചെയ്ത പടമാണ്. അതിൽ ബോബി ഡിയോളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. Okay. Animal. It's a good movie for a Bollywood movie, and though it's a long, lengthy movie of 3.5 hours, we didn't feel the lag of it. And Ranbir Kapoor stole the show throughout the movie.
and the bond between father and son is also portrayed. Bobby Deol's short presence was a powerful one. സിനിമ കുഴപ്പമില്ല. പേഴ്സണലി എനിക്ക് വലിയ ഇതില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. ആക്ഷൻ ഒത്തിരി ഉണ്ട്, ഗോർ സീൻസ് കുറച്ചുണ്ട്, ബ്ലഡ് അഗെയിൻ കുറച്ചുണ്ട്. സോ ആക്ഷൻ സീൻസ് എൻജോയ് ചെയ്യുന്നവർക്ക് സ്ക്രീൻ ടൈം വലിയ സീനില്ല, അല്ലാത്തവർക്ക് മേ ബി കുറച്ച് ലാഗ് തോന്നിക്കാം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബ്ലഡ് സീൻസ് ഉണ്ട്. അർജുൻ റെഡ്ഡി ഒന്നും ഇതിൻ്റെ മുമ്പ് ഒന്നുമല്ല, കാരണം അതിനെക്കാട്ടും 10 ഇരട്ടിയാണ് ഇതിലെ വയലൻസ് എടുത്തിരിക്കുന്നത്. ഇതിൽ രൺബീറാണ് സിനിമയുടെ മൊത്തം. അത് അനിൽ കപൂർ കൊള്ളാം, രാഷ്മിക കൊള്ളാം, ബോബി ഡിയോൾ എല്ലാം കൊള്ളാം. പക്ഷേ 3.5 മണിക്കൂർ സിനിമ, 3 മണിക്കൂർ 21 മിനിറ്റ് കണ്ടുണ്ട്. 3.5 മണിക്കൂർ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് രൺബീർ കപൂറിൻ്റെ പെർഫോമൻസ് തന്നെയാണ് എടുത്ത് പറയാൻ പറ്റുന്നത്. സ്ക്രിപ്റ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സന്ദീപ് റെഡ്ഡി അദ്ദേഹം വീണ്ടും പ്രൂവ് ഹിസ് ബോൾസ് എന്ന് പറയും. കാരണം ക്രിട്ടിക്സിനെ ഒന്നും അയാൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എങ്ങനെ വേണോ എൻ്റെ സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ ടോക്സിസിറ്റിയോ എന്തോ, ഇതിൽ ടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 100% മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അത്രയും എന്ന് പറഞ്ഞാൽ രൺബീർ അങ്ങനെ കുറേ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അത്രയും സ്നേഹമുള്ളതാണ്. ആ ഒരു സ്നേഹം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് വെച്ചിട്ട് എല്ലാ ഫീലിങ്ങും ഭയങ്കരമാണ്. അതായത് കാമും ഭയങ്കര അതിശക്തമായിട്ടുള്ള രീതിയിൽ